പ്രിയപ്പെട്ട ഗുഡ്നസ് പ്രേക്ഷകരെ, മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിനോടകം അനേകം വ്യക്തികളെ നമ്മൾ ഈ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെട്ടു. അവരിൽ ദൈവം നൽകിയിരിക്കുന്ന, നിക്ഷേപിച്ചിരിക്കുന്ന സന്നിവേശിത വരപ്രസാദം പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളായി നമ്മൾ കണ്ടു. ചിലർക്കെങ്കിലും പലതും അനേകം പേർക്ക് പ്രേരകമായി തീർന്നിട്ടുണ്ടെന്ന് പലരും വിളിച്ചു പറഞ്ഞു ഞങ്ങളോട്. ഇപ്പോഴിതാ വ്യത്യസ്തമായൊരു കാര്യമായി നമ്മൾ ഒരാളൊക്കെ പരിചയപ്പെടാൻ പോവുകയാണ്. ക്രൈസ്റ്റ് കോളേജ് എന്ന തുമ്പോളിയിലുള്ള സ്ഥാപനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഔസേപ്പച്ചൻ എന്ന് പറഞ്ഞ ആളാണ് അവിടുത്തെ അത് നടത്തുന്നത്. അനേക കുട്ടികൾ ഇവിടെ വന്ന് 25 വർഷമായി അനേകം പേര് എൻട്രൻസ് പരീക്ഷ പാസ്സായി ഇന്ന് ജോലി ചെയ്യുന്നു. സാധാരണക്കാരായ മനുഷ്യരെ, ആലപ്പുഴയുടെ തീരപ്രദേശത്തുള്ള അനേകം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ MBBS ഡോക്ടർമാരായി മാറിയിട്ടുണ്ട്. ആ സഹോദരനെ നമുക്ക് നേരിട്ട് കാണുവാനും അദ്ദേഹത്തെ ശ്രമിക്കുവാനുമായി ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മനസ്സ് നിറഞ്ഞെന്നൊരു പ്രോഗ്രാം ഗുഡ്നസ് TV കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ധാരാളം പേര് ഇപ്പോൾ വന്നുപോയി. പലരുടെയും ജീവിതാനുഭവങ്ങൾ വളരെയധികം ഇൻസ്പയറിംഗ് ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ആഴ്ചയിലെ ഇവിടെ വന്നിരിക്കുന്നത് ഔസേപ്പച്ചൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ചില കാര്യങ്ങൾ വളരെയധികം പേർക്ക് ആത്മീയമായ ഉത്കർഷത്തിന് ഉപകരിക്കുമെന്നും ചിലർക്കെങ്കിലും ഒളിഞ്ഞു കിടക്കുന്ന ചില ഇനിഷ്യേറ്റീവ്സ് അവരിൽ കത്തിച്ചിരിക്കാൻ ഇടയാകുമെന്ന് പ്രതീക്ഷിച്ചാണ്. അതുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് വളരെ ഹൃദയപൂർവ്വം ഔസേപ്പച്ചനെ സ്വാഗതം ചെയ്യുന്നു. വിശംസായിരിക്കട്ടെ. ഇപ്പോൾ ഇന്നിപ്പോൾ ഈ കാണുന്ന ഈ ക്രൈസ്റ്റ് കോളേജ് എന്നൊക്കെ പറയുന്നത് വളരെ പോപ്പുലറായി ഇവിടെ. പക്ഷേ ഏതൊരു സംരംഭവും തുടങ്ങുന്ന അവസരത്തിലൊരു അപാരിഷ്ടതകൾ പോലെയുള്ള കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ആരംഭത്തിലേക്ക് ഉണ്ടായ ആ സംഭവങ്ങൾ, ഇതിലേക്ക് ഔസേപ്പച്ചന് കിട്ടിയ ഇൻസ്പിറേഷൻസ് ഒക്കെ ഒന്ന് പങ്കുവെച്ചാൽ ആൾക്കാർക്ക് ഉപകാരമായിരിക്കും. ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചെങ്കിലും ഒരുവിധമൊക്കെ ചെറിയ പ്രാർത്ഥന ജീവിതങ്ങളൊക്കെ കുഞ്ഞിലേ തൊട്ട് ഉണ്ടായിരുന്നു. എന്നാലും ഒരു 10-25 വയസ്സ് വരെ ഈ കർത്താവിനെ ശരിയായ രീതിയിൽ അറിയാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 25 അല്ല, ഒരു 21 വയസ്സ് വരെ. അത് കഴിഞ്ഞാണ് ഞാൻ ആദ്യ കരിസ്മാറ്റിക് നവീകരണ ധ്യാനം കൂടാനായിട്ട് ഇടവന്നു. അപ്പോഴാണ് ജീവിതത്തിൽ, അതുവരെ ജീവിതം എന്താണെന്നോ വാസ്തവത്തിൽ ഇങ്ങനെ കളിച്ച് നടക്കുകയാണ്. അല്ലാതെ ലൈഫിൻ്റെ കാര്യം, ഞാൻ മൈക്കിൾസ് കോളേജിൽ, എൻ്റെ കോളേജിൽ BSc കെമിസ്ട്രി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഇറങ്ങി അധികകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ കല്യാണമൊക്കെ കഴിച്ചു. വൈഫ് ഒരു ഹോമിയോ ഡോക്ടറാണ്. അന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹോമിയോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു മതത്തിൽ വന്ന ആളാണ് വൈഫ്. പക്ഷേ അവരാണ് വാസ്തവത്തിൽ തന്നെ ആദ്യമായിട്ട് കരിസ്മാറ്റിക് നവീകരണ ധ്യാനം കൂടാനായിട്ട് നിർബന്ധിച്ച് കൊണ്ടുപോയിട്ട് ധ്യാനത്തിൽ. കാരണം അന്ന് ഈ നാട്ടിൽ, നമ്മുടെ നാട്ടിലുടനീളം കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ പിന്നെ ധ്യാനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ഫാദർ ജോസഫ് കിഴക്കേട അച്ഛനാണ്. അപ്പോൾ കിഴക്കേടത്ത് അച്ഛൻ്റെ ഒരു ധ്യാനം കൂടണം. കിഴക്കേടത്ത് അച്ഛൻ്റെ പെറ്റായിരുന്നു എൻ്റെ വൈഫ്. അപ്പോൾ ധ്യാനം കൂടണമെന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് ആദ്യമായിട്ട് IMSൽ കൊണ്ടുപോയി. അന്ന് IMS അച്ഛൻ വന്ന് ധ്യാനം നടത്തുമായിരുന്നു. IMSൽ കൊണ്ടുപോയി ആദ്യമായിട്ട് ധ്യാനം കൂടിച്ച്. അന്ന് തൊട്ട് ഇന്ന് വരെ ജീവിതത്തിൻ്റെ ആധാരം ക്രിസ്തുവാണ്. അത് നമ്മൾ ലൈഫിൽ പല ഫ്ലക്ച്വേഷൻസ് നമുക്കുണ്ടാകും. ഏതെല്ലാം ഫ്ലക്ച്വേഷൻ ഉള്ളപ്പോഴും തിരിച്ചോടി വന്ന് ക്രിസ്തുവിൽ സമാധാനം കണ്ടെത്താനായിട്ട് ആ കാലം മുതൽ ഇന്നേ വരെ പരിശ്രമിക്കുന്നുണ്ട്. ഒരിക്കലും ക്രിസ്തുവിനെ വിട്ടിട്ട് നമുക്ക് ജീവിക്കേണ്ടി വന്നിട്ടില്ല. കാരണം അച്ഛൻ ഒരു ചെറിയ കാലഘട്ടം മാത്രമല്ലായിരുന്നു, തുടർച്ചയായിട്ട് ആ കാലഘട്ടത്തിൽ അച്ഛൻ ഈ നാട്ടിൽ ധ്യാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ നിരന്തരം പോവുകയും അച്ഛൻ്റെ കൂടെ പോയി സഹകരിക്കുകയും പിന്നെ ഇവിടുത്തെ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനങ്ങളുമായിട്ട് ഒരുപാട് സഹകരിച്ചും കൺവെൻഷനുകൾ, പ്രാർത്ഥനകൾ, ധ്യാനം, കൊച്ചു കൂട്ടായ്മകൾ, ഇതെല്ലാം ഇങ്ങനെ സഹകരിച്ച് ഒരു ദീർഘമായൊരു കാലഘട്ടം അങ്ങനെ ചിലവഴിച്ച കാരണം നല്ലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആ മേഖലയിൽ കിട്ടാനായിട്ട് ഇടവന്നു. അതാണ് വാസ്തവത്തിൽ ആദ്യ കാലത്തെ ആത്മീയ അനുഭവം. പിന്നെ അക്കാലത്തൊരു തീപാറുന്നൊരു അനുഭവമാണ്. മുഴുവൻ സമയ പ്രാർത്ഥന, രാത്രിയും പകലും പ്രാർത്ഥന. കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ രാത്രി മുഴുവൻ ചുറ്റി നടന്ന് ഈ ഗ്രാമാന്തരീക്ഷത്തിലൂടെയും പട്ടണത്തിലൂടെയും ഒക്കെ നേരം വെളുക്കുന്നവരെയൊക്കെ നടന്ന് പ്രാർത്ഥിച്ച നല്ല സന്ദർഭങ്ങളുണ്ട്. അതൊക്കെ നല്ല ഓർമ്മയാണ്. അതൊക്കെ ഈ ക്രിസ്തു ഒരിക്കലും ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, വിട്ടു മാറ്റാനാവാത്ത ഒരു അനുഭവമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ വീണ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ കാലഘട്ടത്തിലൊക്കെ എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് കനത്ത ദാരിദ്ര്യമായിരുന്നു. ദാരിദ്ര്യം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ ഓരോ ദിവസത്തെയും ജീവിതം കഴിച്ചു പോകുന്നത് ഓരോ കഥ പോലെ
ജീവിതം കഴിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷൻ. ആ സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് പൂങ്കാവിലുള്ളതാണ് ജോസഫ് എന്ന ജോസഫിനെ അന്നൊരു തറയുണ്ട്, കയർ ഫാക്ടറി ഉണ്ട്. അപ്പോൾ കയർ ഫാക്ടറിയിൽ പോയി പണിയെടുത്താലോ എന്ന് വിചാരിച്ച് ഞാൻ ജോസഫിനെ സന്ദർശിക്കുന്നു. അപ്പോൾ ജോസഫ് പറഞ്ഞ് താൻ കയർ ഫാക്ടറിയിലൊന്നും വർക്ക് ചെയ്യണ്ട താൻ പോയി 10 പിള്ളേരെ പഠിപ്പിക്കുന്നു. താൻ എപ്പോഴെങ്കിലും വന്നാൽ ഞാൻ തറ വിട്ട് തരാം, പക്ഷേ പിള്ളേരെ പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഒരു സജഷൻ തന്നു. ഞാനന്ന് തിരിച്ച് വീട്ടിലോട്ട് പോന്നെങ്കിലും നമുക്ക് കുട്ടികളെ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു ദിവസം അച്ഛൻ ഇവിടെ എന്നെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എപ്പോഴും ഞാൻ അച്ഛൻ്റെ അടുത്ത് വരും. കാര്യം നമ്മൾ അച്ഛനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു ഗുരുവും ശിഷ്യനും പോലുള്ളൊരു ബന്ധമുണ്ട് എന്ന് അങ്ങനെ മനസ്സിൽ ധരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അന്ന് അച്ഛൻ ഇവിടെ വീട്ടിൽ വന്ന് അന്നത്തെ കഷ്ടപ്പാടിൽ ഇവിടെ ഇരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിച്ചിട്ടൊരു വചനം എടുത്ത്. അച്ഛനത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അന്ന് നമുക്ക് കിട്ടിയ വചനം എന്ന് പറയുന്നത് മിഖാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വചനമാണ്. ഈ ബത്ലഹേം, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ചെറുതാണെങ്കിലും എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനവൻ നിന്നിൽ നിന്നാണ് വരുന്നത് എന്നൊരു വചനം അച്ഛൻ പറഞ്ഞത് അച്ഛൻ ഓർക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അതിനുശേഷം അച്ഛൻ അങ്ങനെ പ്രാർത്ഥിച്ചു, ഇവിടെ ഒരു പച്ചപ്പ് വരുന്നതായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു. ഇപ്പം മുഴുവൻ പച്ചയാണ്, അപ്പോൾ ഒരു പച്ചപ്പ് വരുന്നത് കാണുന്നുണ്ടോയെന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. അതിനുശേഷം സംഭവങ്ങൾ അങ്ങ് മുന്നോട്ട് പോയി. ഞാനും വൈഫും കൂടി മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ചയാണ്, അത് ജീവസന്ധാരണത്തിനൊരു വഴി കാണിച്ചു തരിക എന്നും പറഞ്ഞിട്ടാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഒരു പയ്യൻ വന്ന് ഡോറിൽ കൊട്ടി. ഞാൻ വാല് തുറന്നു കഴിഞ്ഞപ്പോൾ പയ്യൻ പറഞ്ഞു, സാറേ ഞാൻ 3 ഡിഗ്രി പഠിക്കുകയാണ്, ഞാൻ കെമിസ്ട്രിക്ക് തോറ്റുപോയി, എന്നെ ഒന്ന് സഹായിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേഗം വരിക എന്ന് പറഞ്ഞു. അവൻ കോളേജിൽ പോയിട്ട് അന്ന് പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രി ഈ കെമിസ്ട്രി തോറ്റുപോയ കുറച്ച് പിള്ളേരെ ഒരുമിച്ച് വിളിച്ചിട്ട് വന്നു. അങ്ങനെയാണ് ഞാനൊരു സാറായിട്ട് മാറുന്നത്. പക്ഷെ അത് അധികകാലം നിലനിന്നില്ല. വൈഫ് ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ വീട്ടിൽ കൊച്ചുങ്ങളെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ വൈഫ് പറഞ്ഞ് വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് എൻട്രൻസ് എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ മെഡിക്കൽ എൻട്രൻസ് എഴുതിയപ്പോൾ എനിക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടി. ഞാൻ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് 95 ഫസ്റ്റ് ബാച്ചിൽ ഞാൻ അവിടെ അഡ്മിഷൻ എടുത്ത് ജോയിൻ ചെയ്തെങ്കിലും എനിക്ക് വാസ്തവത്തിൽ എൻ്റെ 2 സഹോദരിമാർ, എൻ്റെ വൈഫിൻ്റെ 2 സഹോദരിമാർ, ഇവരുടെയൊക്കെ വിവാഹം നടത്തുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി എൻ്റെ അടുത്തുണ്ടായിരുന്നു. വേറെ തൊഴിലൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇൻകം എന്ന് പറയുന്ന സംഭവമേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുക എന്നുള്ളത് ലൈഫിന് മുന്നോട്ട് പോകുക എന്ന അസാധ്യമായി. അപ്പോൾ ഒരു 3-ാം വർഷം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന ആ ഒരു സാഹചര്യം ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഇങ്ങോട്ട് പോകും. അപ്പോൾ അതിനൊക്കെ വലിയ പ്രശ്നമാണ്. ഇവിടെ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് വന്നെങ്കിലും ഇവിടെ നാട്ടുകാർക്ക് എന്നെ പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റത്തില്ല. കാരണം അന്നത്തെ കാലത്ത് ഇതുപോലെ കക്കത്തുള്ളവരും മെഡിക്കൽ കോളേജൊന്നും ഇല്ല. ആകെ 5 മെഡിക്കൽ കോളേജാണ് നാട്ടിലുള്ളത്. അതിലൊരു സീറ്റ് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ 10 പേര് അറിയും. അപ്പോൾ ആൾക്കാർ പുറത്തോട്ട് ഇറങ്ങിക്കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ ഇതുപോലൊരു സാഹചര്യത്തിലായതുകൊണ്ട് ആൾക്കാർ ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ന് വന്നു എന്ന് പോകുന്നു എന്നുള്ള ചോദ്യമാണ്. എനിക്കതിന് പോകാനായിട്ട് ഉദ്ദേശമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആ കാലഘട്ടത്തിൽ ചെയ്തതെന്നുള്ളത് ഈ മനുഷ്യരുടെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആലപ്പുഴയിൽ എത്തിയും പള്ളിയുടെ അണ്ടർഗ്രൗണ്ടിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളി ചോദിച്ചിട്ടുണ്ട്. ആ വിശുദ്ധ കുർബാന എടുത്ത് വെളുപ്പിനെ അങ്ങ് പോയി കുർബാനയും കഴിഞ്ഞ് അവിടെ കയറിയിരിക്കും. സന്ധ്യാസമയമാകുമ്പോൾ തിരിച്ചു പോരും. 4 വർഷം ഞാൻ അവിടെ ഒരു തപസ് പോലെ അവിടെ വിശുദ്ധ കുർബാന നോക്കിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ആ കാലഘട്ടത്തിൽ തന്നെ വേറൊരു കാര്യം ഞാൻ ചെയ്യുമായിരുന്നു. ഇവിടെ ഈ നാട്ടിലെവിടെയെങ്കിലും പിള്ളേർ എൻട്രൻസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ വീടുകൾ സന്ദർശിച്ചിട്ട് കുട്ടികൾക്ക് എൻട്രൻസ് പഠിക്കുന്നതിനുള്ള എളുപ്പ വഴിയും പഠന രീതികളും ഒക്കെ പറഞ്ഞു കൊടുക്കും. ഭാഗ്യവശം ഞാൻ തൊട്ട പിള്ളേർക്കൊക്കെ കിട്ടി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു, സാറേ എന്നെ ഒന്ന് സഹായിക്കണം, ഞാൻ TKM എഞ്ചിനീയറിംഗ് കോളേജിൽ ഇതിന് പഠിച്ചാൽ ഡോക്ടർ അമൽ സുദീപ് എന്ന് പറയും, അയാൾ ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലുണ്ട്. അപ്പോൾ അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിലും ഞാൻ പിള്ളേരെ സ്പർശിച്ച ഒരുപാട് പിള്ളേർ ഡോക്ടർമാരാണ്. ഇപ്പോൾ ഡോക്ടർ ലിൻഡ സാമുവലും അതുപോലുള്ള ആൾക്കാരൊക്കെ നേരത്തെ തന്നെ പഠിച്ച് ഡോക്ടർമാർ ആയവരാണ്. കാരണം ആ കാലഘട്ടത്തിൽ എൻട്രൻസ് കോച്ചിങ് അല്ല, ഉപദേശം കൊണ്ട് പഠിപ്പിച്ചിട്ടും മറ്റുമൊക്കെയാണ്. ഡോക്ടർ അമൽ സുദീപ് പിന്നീട് ഇവിടെ വന്ന് ഇപ്പോൾ ഞാൻ വന്ന് താമസിക്കുക, എൻ്റെ കൂടെ വന്ന് താമസിച്ച് അവന് മെഡിസിൻ അഡ്മിഷൻ കിട്ടിയപ്പോൾ അവൻ്റെ അനിയനെ കൊണ്ടുവന്ന് അവന് ബാംഗ്ലൂർ സെൻറ്റ് ജോൺസിൽ അഡ്മിഷൻ കിട്ടി. അതോടുകൂടി പിന്നെ ആൾക്കാർക്ക് തന്നെ ഒരു വിശ്വാസമായി, അങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ കർത്താവ് രൂപീകരിച്ച ഒരു സ്ഥാപനമാണ് ക്രൈസ്റ്റ് കോളേജ്.
അങ്ങനെയാണ് സാവധാനം വളർന്ന് ഇന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രൊഫഷണൽസ് ഉണ്ട്, നൂറുകണക്കിന് MBBSകാരുണ്ട്. നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഈ തുമ്പോളിയിൽ തന്നെ 10-17 MBBSകാർ തുമ്പോളി ഇടവകയിലുണ്ട്. എല്ലാം ഓൾമോസ്റ്റ് ഇവിടുത്തെ പിള്ളേരാണ്. അത് മാത്രം അല്ല, ഇത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയൊരു ബോധ്യമുണ്ട്. ആ ബോധ്യം ഇവരുടെ ഉള്ളിലേക്ക് പകരാനായിട്ട് ഞാൻ ഒരു പരിധിവരെ പരിശ്രമിച്ചിട്ടുണ്ട്. അതവരുടെ കോൺഫിഡൻസ് അസാധാരണമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു മിറാക്കിൾ എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ കാത്തു നിൽക്കേണ്ടി വരും. വെറുതെ ഒന്നും ചെന്നാലൊന്നും മെഡിസിൻ കിട്ടത്തില്ല. കാരണം നല്ല മത്സരമാണ്. 95% മാർക്കുള്ള പിള്ളേരുമായിട്ടാണ് വലിയ വലിയ സ്ഥാപനങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം. നമ്മളുടെ ഇവിടെ 65-60% മാർക്ക് കിട്ടിയവർക്ക് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വാസ്തവത്തിൽ എഴുത്തും വായന അറിയാമെന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരവസ്ഥയിലുള്ള പിള്ളേർ ഉണ്ട്. അവരെ നമുക്ക് ലിങ്ക് ചെയ്തെടുക്കണം. അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കണം. അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനായിട്ട് വാസ്തവത്തിൽ ക്രിസ്തുവിന് പലപ്പോഴും സാധിക്കും. എനിക്കത് നല്ല ഉറപ്പുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ വൈഫ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ്. എൻ്റെ വൈഫ് രാപകലില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യും. നല്ല ടീച്ചേഴ്സിനെ വെച്ചാണ് ക്ലാസ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാം PhDക്കാരും മറ്റുമൊക്കെ ആയിട്ടുള്ളവർ നമ്മുടെ ഈ സംസ്ഥാനത്തിലെ പ്രമുഖരായ അധ്യാപകരെ കൊണ്ടുവന്നാണ് നമ്മൾ ക്ലാസ് എടുപ്പിക്കുന്നത്. പക്ഷേ ആ കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിച്ച് ചിലപ്പോൾ കാത്തു നിൽക്കാനായിട്ട് പ്രേരിപ്പിച്ച് ചിലപ്പോൾ പലതവണ കാത്തു നിന്നും ചിലർ അത്ഭുതകരമായിട്ട് ഒറ്റയടിക്ക് എഴുതിപ്പോയവരുമായിട്ടുള്ള കുട്ടികൾ. പക്ഷേ പൊതുവേ ഉള്ളൊരു പ്രത്യേകത ഉണ്ട്. ആലപ്പുഴ രൂപതയിലുള്ള ഡോക്ടർമാരിലെ ഒരു 70% ഇതിനകത്തുനിന്ന് പഠിച്ചു പോയ പിള്ളേരാണ്. അതാണ് ഇവിടെ വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പോൾ ഇത്ര 25 വർഷത്തോളമായില്ലേ ഇപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് തന്നെ. ഇതിനിടെ ഏറ്റവും സന്തോഷം തോന്നിയ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ചാരിതാർത്ഥ്യം തോന്നിയ അനുഭവം ഒരുപാട് അത്തരത്തിലുള്ള ഒരു 1-2 ഒന്ന് പങ്കുവെക്കാമോ നമ്മുടെ ഓഡിയൻസിന്? ഈ +2-നൊക്കെ വളരെ മാർക്ക് കുറഞ്ഞ കുട്ടികൾ ചിലപ്പോൾ വരും. എന്നുവെച്ചാൽ ആഗ്രഹം ശക്തമായിരിക്കും, മാർക്ക് കുറവായിരിക്കും. അവരുടെ സ്കൂൾ തലങ്ങളിലൊക്കെ അവരൊരു പഠിച്ച് ശീലമുള്ളവരായിരിക്കില്ല. അപ്പം അവർ ഒരു കണക്കിന് മാനുഷികമായിട്ടുള്ള നമ്മളുടെ സ്നേഹം കൊണ്ട് അവരെ ഒരു പരിധിയുടെ അപ്പുറം നമ്മളവരെ സഹായിക്കും. എൻ്റെ പ്രധാനപ്പെട്ട വഴി എന്നുള്ളത് ദൈവത്തിലേക്ക് അവരുടെ മനസ്സിനെ തിരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് ഞാൻ ശീലിപ്പിക്കും. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരിക്കൽ കയറിപ്പോയ ഒരു പയ്യൻ 70% മാർക്കുകാരനാണ്. അപ്പോൾ ഈ 70% മാർക്കുകാരനായിട്ടുള്ള ആ പയ്യൻ ദൈവത്തിൽ അതുപോലെ ആശ്രയിച്ചാണ് വിജയിച്ചത്. ഒരിക്കൽ നമ്മുടെ ഡോക്ടർ ജോൺ ഉണ്ടല്ലോ, സുവിശേഷ പ്രഘോഷകനായിട്ടുള്ള ഡോക്ടർ ജോൺ ഇവിടെ വന്നപ്പോൾ ആ വർഷം എൻ്റെ കുറച്ച് കുട്ടികൾ കൂട്ടത്തോടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ +2% ഓഫ് മാർക്ക് കേട്ടപ്പോൾ ഡോക്ടർ ജോൺ ഒരു തമാശയായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്തു. അദ്ദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് പഠിച്ച ആളാണ്. അദ്ദേഹം പറഞ്ഞു, മരിച്ച ലാസർ ഉയർത്തതുപോലെ ഒരു അത്ഭുതമാണ് ഇവന്മാർ മെഡിക്കൽ കോളേജിൽ എത്തിയത്. അത് ആ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കുന്നവർക്ക് മാത്രമേ ഇവരെത്തിയത് അത്ഭുതത്തോടെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു തമാശയായിട്ട് ഞാൻ പറയും, കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും തന്നെ എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്. മിക്കവാറും ഏത് മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസും +2-ന് ഏറ്റവും കുറവ് മാർക്കുള്ള ആരെങ്കിലും എഴുന്നേക്കാൻ വേണ്ടി പറഞ്ഞാൽ മിക്കവാറും നമ്മുടെ പിള്ളേരായിരിക്കും എഴുന്നേക്കണം. അതൊരു വളരെ പോസിറ്റീവാണ്. വന്നതിൽ ബഹുഭൂരിപക്ഷം പേരും നല്ല ജീവിത വിജയത്തിലേക്ക് കടന്നു പോകുന്നത് കണ്ട് ആഹ്ലാദിക്കാനായിട്ട് എനിക്ക് ഇടവന്നിട്ടുണ്ട്. വർഷങ്ങളായി ദമ്പതികളോടൊക്കെ ബന്ധമുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ പറയുകയാണ്, പലപ്പോഴും പലരുടെയും വിഷമമാണ്. മാതാപിതാക്കൾ പ്രാർത്ഥനയും മറ്റു പല കാര്യങ്ങളും ഉണ്ടെങ്കിലും മക്കൾക്ക് പലപ്പോഴും അതിനോട് ചേരാൻ പറ്റാത്തൊരവസ്ഥ. എന്നാൽ അതിന് മറിച്ച് ഉള്ളൊരു അനുഭവമായിട്ടാണ് എനിക്ക് അവസരത്തിന് ഞാൻ വിലയിരുത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കാമോ? ഇത് ഞങ്ങൾ വാസ്തവത്തിൽ വിവാഹം കഴിച്ച സമയം തൊട്ട് ഇങ്ങനെ ആത്മീയ ജീവിതം
തുടങ്ങുന്നത് തന്നെ ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ അന്ന് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് മക്കൾ പ്രഗ്നൻ്റായ സമയത്ത് ഞാൻ ചെയ്യുമായിരുന്നത് ഒന്ന് ഇയാളുടെ അടുത്ത് നിരന്തരം ബൈബിൾ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. പ്രഗ്നൻ്റായിരിക്കുന്ന സമയത്ത് സമ്പൂർണ്ണ ബൈബിള് മക്കൾ രണ്ടുപേരും പ്രസവിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ അടുത്തിരുന്ന് വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെയല്ല, വയറേൽ കൈവച്ചിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രാർത്ഥിക്കുമായിരുന്നു. അത് രണ്ട് മക്കളുടെയും കാര്യത്തിൽ അങ്ങനെ ചെയ്യുമായിരുന്നു. മക്കൾ കുഞ്ഞിലേ തൊട്ട് വളരുന്ന ആ സമയത്ത് എല്ലാ ധ്യാന സ്ഥലങ്ങളിലും പോകുമ്പോൾ മക്കളെയും കൂടെ കൊണ്ടുപോകുമായിരുന്നു. പിന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ അടുത്തിരുന്ന് മോനെയും മോളെയൊക്കെ ബൈബിള് വായിച്ച് കേൾപ്പിച്ച് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടുണ്ടായ നേട്ടം എന്താണെന്ന് വെച്ചാൽ മോൻ കുഞ്ഞുനാൾ മുതൽ, അതായത് വളരെ ചെറിയ പ്രായത്തിൽ LKG UKG കഴിഞ്ഞ 2ഓ 3ഓ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബൈബിൾ ക്വിസിന് മത്സരത്തിന് പോകും. അപ്പോൾ എവിടെ പോയാലും അവനായിരിക്കും ബൈബിൾ ക്വിസിന് ഫസ്റ്റ്. കാരണം അതൊരു, പിന്നെ ആലപ്പുഴ രൂപത നടത്തുന്ന മത്സരങ്ങളൊക്കെ ഉണ്ട്, പ്രസംഗ മത്സരം. ഇതെല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള സംഭവങ്ങളാണ്. ഈ പ്രസംഗമാണേലും ബൈബിൾ ക്വിസ് ആണേലും. അപ്പോൾ അതിലൊക്കെ മത്സരിക്കുന്നതിലൊരു ആവേശവും മറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതവരെ ഒരുപാട് ബലപ്പെടുത്തുന്നുണ്ടായിരുന്നു. പിന്നെ ആ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കിഴക്കേടത്തച്ഛൻ്റെ ശുശ്രൂഷ നമ്മളെ ഒത്തിരി ഉപകരിച്ചിട്ടുണ്ട്. ഞാനിവനെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പോയ സമയത്ത്, LKG ചേർക്കാൻ വേണ്ടി പോയ സമയത്ത് ഒരു സംഭവമുണ്ട്. ഞാൻ ആ സ്കൂളിൻ്റെ വാതിക്ക മാതാസ് സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ പഠിക്കാനായിട്ട് കൊണ്ട് ചേർക്കുമ്പോൾ സ്കൂളിൻ്റെ കവാടത്തിൽ ചെന്ന് നിന്ന്, ഞാനതൊരു പെന്തക്കോസ്ത മിഷണറിയുടെ ഒരു പ്രാർത്ഥനയെ അനുകരിച്ചാണ്. അവിടെ ചെന്ന് നിന്നിട്ട് ഇവൻ്റെ തലയിൽ കൈ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, പപ്പ പറയണ പോലെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഐ വിൽ ബി ദ മോസ്റ്റ് പ്രോമിസിങ് സ്റ്റുഡൻറ്റ് ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ സ്ഥാപനത്തിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി ആയിരിക്കും എന്ന രീതിയിൽ പ്രാർത്ഥിപ്പിച്ചിട്ടാണ് അകത്ത് കയറ്റിയത്. വർഷങ്ങൾക്ക് ശേഷം ഇവൻ IAS കിട്ടിയതിന് ശേഷം ആ സ്കൂളിൽ ഒരു റിസപ്ഷൻ നടത്തി. IAS കിട്ടിക്കഴിഞ്ഞിട്ട് റിസപ്ഷൻ നടത്തുമ്പോൾ ഞാൻ അവിടെ ഒരുപാട് സ്ഥലത്ത് റിസപ്ഷൻ കിട്ടി. അപ്പോഴൊന്നും ഞാൻ ഒന്നും കാണാൻ പോയിട്ടില്ല. പക്ഷേ ഇവിടെ ഞാൻ കാണാൻ പോയി. ഞാൻ അവനെ തലയിൽ കവിച്ച് പ്രാർത്ഥിച്ച ആ സ്ഥലത്തു നിന്ന് ബാൻഡ് മേളത്തോടെ ഇവനെ ആദരിച്ചകത്തോട്ട് പോകുമ്പോഴെനിക്ക് എൻ്റെ പ്രാർത്ഥനയുടെ സാക്ഷാത്കാരം എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. മോൻ നമ്മൾ പ്രാർത്ഥിച്ച് വരുന്നതിനനുസരിച്ച് നല്ല പെർഫോമറായിട്ടാണ് സ്കൂളിൽ പഠിച്ചു വന്നത്. എന്നാൽ മോളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ വളരെ വേദനാജനകമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 2 മക്കളും തമ്മിൽ ഒരു 3 വയസ്സിൻ്റെ വ്യത്യാസമാണുള്ളത്. ഒരേ സ്കൂളിൽ തന്നെ പഠിക്കുന്ന 2 പേര് 2 രീതിയിലാണ് പെർഫോം ചെയ്യുക. മോളാണ് ഭയങ്കര വീക്ക്. അവൾ 6ാം ക്ലാസ്സിൽ ആ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു, 6ാം ക്ലാസ്സിൽ തോറ്റിട്ട്. പിന്നെ അവൾ 10ാം ക്ലാസ്സിൽ തോറ്റുപോയി. ഡിഗ്രി പിന്നെ +2 പഠിക്കാനായിട്ട് അത് പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇവിടെ നിർത്തി ഓപ്പൺ സ്കൂളായിട്ടാണ് +2 പഠിപ്പിച്ചത്. 3 വർഷം കൊണ്ടാണ് ഞാൻ +2 പാസ്സാക്കി എടുത്തത്. പക്ഷേ അവൾ അതിനുശേഷം ഞാൻ അവളെ മെഡിക്കൽ കോളേജിൽ MBBSന് പഠിക്കാൻ വേണ്ടി വിട്ടു. പക്ഷേ മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് ഇന്നേ വരെ ഒരു വർഷം അവൾ തോറ്റിട്ടില്ല. നല്ല മിടുക്കിയായിട്ട് പഠിച്ച് അവിടെ പാസ്സാകുന്നു. നല്ലൊരു ഈ പെർഫോമറാണ്. വാസ്തവത്തിൽ ഇത്രയും പുറകിൽ കിടന്ന കുട്ടി MBBSന് എങ്ങനെ അഡ്മിഷൻ കിട്ടിയെന്നാണ് ചോദിച്ചത്. അതാണ് സാക്ഷ്യം. കാര്യം അവൾക്ക് തീവ്രമായ വിശ്വാസമായിരുന്നു. അതായത് ഞാൻ വിശ്വാസം അവളെ പഠിപ്പിക്കുമ്പോൾ എന്നേക്കാൾ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാനും വിശ്വസിക്കാനും കഴിയുന്ന ഒരാളാണ് അവൾ. അവൾ അതുപോലെ ഗോഡ് ഇന്നും അവിടെ അവൾ പഠിക്കുന്ന ഈ ബിജാപൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ ഒരൊറ്റ കത്തോലിക്ക പള്ളിയേ ഉള്ളൂ. ഒരു കത്തോലിക്ക പള്ളിയേ ഉള്ളൂ. അത് ഞങ്ങൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത് എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരിടത്ത് അവൾക്ക് അഡ്മിഷൻ കിട്ടണമെന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഡിസ്ട്രിക്റ്റിൽ ഒരു പള്ളിയേ ഉള്ളൂ. ആ ഡിസ്ട്രിക്റ്റ് ഒറ്റ പള്ളിയാണുള്ളത്. ആ പള്ളിയിൽ ആണെങ്കിൽ ഇവളുടെ കോളേജിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ഓട്ടോയിൽ പോയാലേ എത്തുകയുള്ളൂ. അവിടെ ആയിരിക്കുന്ന ഒരു ദിവസം പോലും കുർബാന മുടക്കാതെ ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യാണ്. അപ്പോൾ ആ രീതിയിൽ അവൾ വാസ്തവത്തിൽ ക്രിസ്തുവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം മകന് IAS കിട്ടിയതിനേക്കാൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തൃപ്തികരമെന്നുള്ളത് ഈ അവസ്ഥയിലായിരുന്ന ഒരാൾ MBBS കഴിഞ്ഞ് ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യുന്നു എന്നുള്ളതാണ്. 1 വർഷം പോലും അവൾ അവിടെ മെഡിക്കൽ കോളേജിൽ തോൽക്കാനായിട്ട് ഇടവന്നിട്ടില്ല. അവൾ പാസ്സാകുന്നു. അത് ദൈവകൃപയാൽ. അപ്പോൾ ഹാർഡ് വർക്കറാണ്, ഭയങ്കരമായിട്ട് പണിയെടുക്കും, പഠിക്കും, അതോടൊപ്പം തന്നെ തീവ്രമായി ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യും. അതിന് കാരണമായിട്ടുള്ളത് മിക്കവാറും മാതാപിതാക്കളുടെ ആധ്യാത്മിക ജീവിതമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും അമ്മയുടെ സാന്നിധ്യം പെൺകുട്ടികളെ സംബന്ധിച്ചാൽ വളരെ അത്യാവശ്യ ഒരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾക്കൊന്ന് ഈ അമ്മയെ കേട്ടാക്കുള്ള ആഗ്രഹം. ഇതാണ് എൻ്റെ ഭാര്യ. 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ആളാണ്. എല്ലാ സമയവും പ്രാർത്ഥിക്കുന്ന ഒരു ശീലമാണുള്ളത്. പിന്നെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് എല്ലാ കാര്യങ്ങളും, ഇവിടുത്തെ ഓരോ ചെറിയ കാര്യം
ഇവിടുത്തെ എന്തെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. യേശുവിലുള്ള ആശ്രയവും അതിഥിഷ്ടമായ പ്രാർത്ഥനയും കർത്താവിനോടുള്ള ആ ബന്ധം അവിടുത്തെ കണ്ടെത്തിയത് കൊണ്ട് മാത്രമാണ് ഇത്രയും എല്ലാ കാര്യങ്ങളിലും. മകൻ IAS എടുത്തതോ മോള് ഡോക്ടറായതോ ഒന്നും അല്ല. എനിക്ക് എൻ്റെ സന്തോഷത്തിന് കാരണം യേശുവിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. യേശു ഏകരക്ഷകനായ യേശുവിൽ വിശ്വസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ കഴിഞ്ഞ് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക എന്നുള്ളത് ഏറ്റവും അത് ഫലവത്തായതായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. എപ്പോഴും മോനോട് പറയും, IAS കാരനായതോ ഒന്നുമല്ല എനിക്ക് ഫലം, നീ സുവിശേഷം പ്രഘോഷിക്കണം, നീ യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ യേശുവിനെ കൊടുക്കണം. മോളോടും പറയും, മോൾ നീ ഡോക്ടറായത് ഏറ്റവും നല്ലൊരു പ്രൊഫഷനാണ്, അതുകൊണ്ട് ആ പ്രൊഫഷനിൽ ഇരുന്നുകൊണ്ട് അനേകർക്ക് സുവിശേഷം എത്തിക്കുവാനായിട്ട് നിൻ്റെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകണം. അത്യുന്നതൻ്റെ സംരക്ഷണം എപ്പോഴും പ്രാർത്ഥിപ്പിച്ചിട്ടേ ഇവരെ കടത്തി ഉറക്കാറുള്ളൂ. അത് ഇവർക്ക് വേണ്ടി മാത്രമല്ല. ഇപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ മോനോട് മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കണം, അവനെ വിളിക്കും. അങ്ങനെ ഒരുപാട് പേരുണ്ട്, ഇവരെയൊക്കെ രാത്രി വിളിച്ച് പ്രാർത്ഥിപ്പിച്ചിട്ടേ ഞാൻ കടത്തി ഉറക്കാറുള്ളൂ. അപ്പോൾ പ്രാർത്ഥന കൊണ്ട് വന്ന അത്ഭുതം, ഈ പരിശുദ്ധ അമ്മ അമ്മയോട് എനിക്ക് ഒരുപാട് ജപമാല ഞാൻ ചൊല്ലും. എത്രയെന്ന് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള അത്രയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അവൻ്റെ കൂടെ ചേർന്ന് അവനെ കണ്ടെത്തിയ നിമിഷം മുതൽ, അവൻ ആരാണെന്ന് മനസ്സിലാക്കിയ നിമിഷം മുതൽ അവൻ്റെ ശക്തി ജീവിതത്തിലേക്ക് കടന്നു വന്ന അവൻ ചെയ്ത അത്ഭുതങ്ങളാണ് ഇവിടെ കാണുന്ന ഓരോ മണൽത്തരിയും. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ ദാനവും അവൻ്റെ കൃപയും അവൻ്റെ കരുണയും അവൻ്റെ സ്നേഹവും മാത്രമാണ്. അപ്പോൾ യേശു എന്ന ശക്തി പറഞ്ഞാൽ എനിക്ക് ആ ശക്തിയെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വാക്കുകളില്ല. അത്രമാത്രം അത്ഭുതം ചെയ്ത ദൈവമാണ് എൻ്റെ അത്ഭുത പ്രവർത്തന യേശു ക്രിസ്തു. ക്രൈസ്റ്റ് കോളേജിൻ്റെ വെളിച്ചം, ക്രൈസ്റ്റ് കോളേജിൻ്റെ പവർ ഹൗസ് ആണ് ഇപ്പോൾ ഞങ്ങൾ കേട്ടത്. അപ്പോൾ മാതാപിതാക്കളുടെ ആധ്യാത്മിക ജീവിതവും അവർക്ക് യേശുവിനോടുള്ള ബന്ധവും എപ്രകാരം മക്കളിലേക്ക് പകരപ്പെടുമെന്നും തന്നെയല്ല, ഇവിടെ വരുന്നവരൊക്കെ ആ യേശു ക്രിസ്തുവിന് ആ പ്രകാശിതരാകുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇത്രയും സമയം ഞങ്ങളോട് സഹകരിക്കുകയും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തത് അനേകർക്ക് ഉപകാരപ്രദമാകും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇത്രയും സമയം നമ്മളോടൊത്തുണ്ടായിരുന്ന ഔസേപ്പച്ചനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ശ്രവിച്ചു. അവർ ദൈവാനുഭവത്തിലേക്ക് വന്നപ്പോൾ അവരുടെ മക്കളെ പ്രകാരമാണ് ആത്മീയമായി വളർന്നതെന്നും ഒപ്പം അനേക കുട്ടികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് വന്ന് ഇവിടെ വന്ന് പഠിച്ചതിൻ്റെ പിന്നിൽ അവരുടെ ആത്മീയമായിട്ടുള്ള കഴിവുകൾ ഉണർത്തി അതിലൂടെ ജ്ഞാനവും വിവേകവും സ്വീകരിച്ച് എത്രയോ പേര് ഡോക്ടേഴ്സായി മാറി. നമുക്കും ഇതൊരു മാതൃകയായി മാറട്ടെ. നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ ഹൃദയങ്ങളിലുമൊക്കെ ഈശോ വന്നു കഴിയുമ്പോഴേ നമ്മളും ഇതുപോലെ അനേകരെ ഉയർത്തുന്നവരാകും. തീർച്ചയായിട്ടും നമുക്ക് ഇതൊരു അനുഗ്രഹപ്രദമായ ഒരു എപ്പിസോഡായിട്ടിരുന്നുവെന്ന് ഞാൻ കരുതുന്നു. ഇനി മറ്റൊരു വ്യക്തിയെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരാഴ്ചയിൽ നമുക്ക് കണ്ടെത്താം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.